രുചിക്കൂട്ട് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഓട്ടുപാറയിലെ ജനതയുടെ ഏറ്റവും വലിയ പാത്രക്കട ജനത ഫ്രാൻസിസ് ടവർ ഓട്ടുപാറ. ഫോൺ 9526267779. ഹായ് എവ്രിവൺ, എനി ടൈം ന്യൂസിലെ രുചിക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ പുതിയ എപ്പിസോഡിൽ ഒരു മാങ്ങക്കറി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതും ഈ ഒരു റെസിപ്പിയും ഒരു പഴമയിലോട്ട് പോയിട്ടാണ്, പുതിയതല്ല. പഴയ കാലത്ത് ഞാനൊക്കെ അമ്മമാരൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കറിയാണ്. നല്ല കറിയാണ്. ഇപ്പോൾ മാങ്ങയുടെ സീസണാണ്, അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമുക്കിനി റെസിപ്പിയിലോട്ട് പോകാം. മാങ്ങക്കറിക്ക് വേണ്ടിയിട്ട് 2 മാങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഇപ്പം ഒരു പഴുത്തതും അല്ല പച്ച മാങ്ങയല്ല, ഒരു മൂത്ത പരുവുണ്ടാവുമല്ലോ, ഒരു ചെനച്ച മാങ്ങ എന്ന് പറയില്ലേ, ആ ഒരു അങ്ങനത്തെ ഒരു പരുവത്തിലാണ് നല്ലത്. കുറച്ച് മധുരം വേണം മാങ്ങയ്ക്ക്. ഒത്തിരി പുളിയുള്ള മാങ്ങ എടുക്കരുത്, പുളി കുറഞ്ഞ പച്ച മാങ്ങയിലും കുഴപ്പമില്ല. അങ്ങനത്തെ 2 മാങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് ചെറിയ ഉള്ളി ഒരു 5 എണ്ണം എടുക്കാം. പിന്നെ പച്ചമുളക് ഒരു 2-3 എണ്ണം നിങ്ങളുടെ എരിവനുസരിച്ച്, ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില, പിന്നെ പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി കുറച്ച് ഒരു 1/2 സ്പൂൺ, മുളക് പൊടി ഒരു 2 സ്പൂൺ, പിന്നെ ഉപ്പ്, അത്രയേ ഉള്ളൂ. കടുക് പൊട്ടിക്കാൻ കുറച്ച് കടുക്. ഞാൻ ഈ മാങ്ങ നമ്മൾ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെക്കാൻ പോവാം. ഈ 2 മാങ്ങ ചെറുതായിട്ട് നുറുക്കിയതാണ്. അത് ഞാൻ ഒരു ബൗളിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇത് കുറച്ച് ചെനച്ച മാങ്ങയായിട്ടാണ്, അതാണ് നല്ല പഴുത്തൊരു കളറുണ്ട്, പക്ഷെ ഒത്തിരി പഴുത്തിട്ടില്ല. പക്ഷെ ആ മാങ്ങയാണ് ഒരു രസം, മധുരമുള്ളത്. അതിലോട്ട് നമുക്ക് ഈ ചെറിയുള്ളി ഒരു 5 എണ്ണം നുറുക്കിയിടാം. ഒരു 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, മുളകിടുന്നില്ല, ചെറിയ കഷ്ണം കറിവേപ്പില ഒരു തണ്ട്, നമുക്കൊരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. മുളക് പൊടി ഒരു സ്പൂൺ, 1.5 കുഴപ്പമില്ല. പിന്നെ ഉപ്പ്. ഇതെല്ലാം കൂടെ ഒന്ന് കുഴച്ച് വയ്ക്കുക. ഇനി നമുക്ക് വേറൊരു ചട്ടിയിൽ കടുക് പൊട്ടിച്ചിട്ട് ഇതിടാം. ഇതിപ്പോൾ നമ്മൾ മിക്സ് ചെയ്തത് ഇനി നമുക്കൊരു ചട്ടിയിലോട്ട് കടുക് പൊട്ടിച്ചിട്ട് അതിലോട്ട് ഇടാം. ഈ മാങ്ങാക്കറിയിലേക്ക് ഞാൻ ഒരു 2 മാങ്ങയല്ലേ ഉള്ളൂ, 1/2 മുറി ഫുൾ എടുക്കണ്ട. തേങ്ങയുടെ ഒരു 3/4 തേങ്ങയുടെ 1/2 മുറിയുടെ 3/4 ഭാഗം, അതിൻ്റെ 1/4 പാലും 2/2 പാലും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. മാങ്ങക്കറിക്ക് തേങ്ങാപ്പാലിലാണ് ഉണ്ടാക്കുക. ഒരു മൺചട്ടി എടുത്ത് അത് ചൂടായിട്ടുണ്ട്. അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായിട്ട് നമുക്ക് കടുക് പൊട്ടിക്കാം. ഇതിലോട്ട് കടുക് ഇടുന്നുണ്ട്. ഇപ്പം കടുക് പൊട്ടിയിട്ടുണ്ട് എണ്ണയിൽ. അപ്പം നമുക്ക് ഈ പരട്ടി വെച്ച മാങ്ങ ഉണ്ടല്ലോ, അതിലോട്ട് ഇടാം. കുറച്ച് മധുരമുള്ള മാങ്ങയാണ് യൂസ് ചെയ്യേണ്ടത്, അപ്പോഴാണ് ടേസ്റ്റ്. ചെറിയൊരു മധുരമുള്ള കറിയായിരിക്കും ഇത്. പിന്നെ കൂടാതെ കുറച്ച് പഞ്ചസാര ഇടും നമ്മളിതിൽ. പുളി മധുരം കൂടിയിട്ടുള്ള ഒരു കറിയായിരിക്കും. കുറച്ചൊന്ന് ഇളക്കിയിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് മൂടി വയ്ക്കാം. അപ്പോൾ ചെറിയ തീയിൽ ഒന്ന് കുറച്ച് നേരം മൂടി വെക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് 2/2 പാൽ ഒഴിക്കണം. അപ്പം ചെറിയ തീയിൽ ഒന്ന് മൂടി വെച്ചിട്ടുണ്ട്. കുറച്ച് നേരം ഒരു 2 മിനിറ്റ് മൂടി വെച്ചിട്ട് പിന്നെ നമുക്ക് 2/2 പാൽ ഒഴിച്ച് വേവിച്ചെടുക്കാം. മാങ്ങ നിങ്ങൾ ഉണ്ടാക്കുമ്പം മാംസത്തിന് കുറച്ച് കട്ടിയുള്ള മാങ്ങ ഉണ്ടല്ലോ, പെട്ടെന്ന് ഉടഞ്ഞു പോകാത്തത്. നീലം മാങ്ങ
അങ്ങനത്തെ മാങ്ങയൊക്കെ നല്ലതായിരിക്കും, മൂത്തത്. പച്ചയല്ല, മൂത്ത നീലം മാങ്ങ. മൂവാണ്ടനാവുമ്പം കുറച്ച് പെട്ടെന്ന് ഉടയും, പക്ഷെ ടേസ്റ്റാണ്. ചെനച്ച മൂവാണ്ടൻ മാങ്ങയും ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റാണ്. പക്ഷെ നീലം മാങ്ങയാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ഇതിപ്പോൾ ഈ മാങ്ങ വെളിച്ചെണ്ണയിൽ ഒരു 2-3 മിനിറ്റ് വഴഞ്ഞിട്ടുണ്ട്. ഇനി ഞാനിതിലോട്ട് 2 പാൽ ഒഴിച്ച് വേവിക്കാൻ പോവാം. കുറച്ച് നമ്മൾ വഴറ്റിയപ്പോൾ വെന്തിട്ടുണ്ടാവും. ബാക്കി ഈ പാലിൽ കിടന്നിട്ട് മാങ്ങ വേവിക്കണം. നമുക്ക് മൂടി വെച്ചിട്ട് വേവിക്കാം. ഇപ്പം 2 പാലിൽ മാങ്ങ നല്ലോണം വെന്തിട്ടുണ്ട്. നല്ല കുറച്ച് തിക്കായിട്ട് ആവും. മാങ്ങയുടെ വേവ് നോക്കിയിട്ട് വെന്തതിന് ശേഷം നമുക്ക് ഈ 1 പാൽ ഇതിലോട്ട് ഒഴിക്കാം. അപ്പോൾ കറി ഒന്നും കൂടെ ഒന്ന് കട്ടിയായിട്ട് വരും. ഇതിലോട്ട് കുറച്ചൊരു പഞ്ചസാര, ഇതിലോട്ട് കുറച്ച് ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ചെറിയൊരു മധുരം വേണം കറിക്ക്. മാങ്ങയ്ക്ക് അത് ഫുൾ മധുരം ഉണ്ടാവില്ല, കുറച്ച് പുളിയായിരിക്കും. അപ്പോൾ കുറച്ച് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്താലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പം 1 പാൽ ഒഴിച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് തിളങ്ങനെ പൊട്ടി വരില്ല. അപ്പം നമുക്കിത് ഓഫ് ചെയ്യാം. 1 പാലിൽ വെച്ചാൽ നല്ല കട്ടിയുള്ള പാലുണ്ടോ, അത് മതി. കുറച്ചും ഈ ചട്ടിയിൽ തന്നെ കുറച്ചും കൂടെ കറി കട്ടിയാവും. ഉപ്പും മധുരമൊക്കെ ഒന്ന് നോക്കിയിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിടാം. മധുരം ഇഷ്ടമുള്ളവർക്ക് കുറച്ചും കൂടി ഇടാം. പുളി മധുരമൊക്കെ ആകുമ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു മാങ്ങക്കറി അത്. അപ്പം ഇന്നത്തെ എപ്പിസോഡിൽ ഇപ്പോൾ ഈ മാങ്ങക്കറി എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇപ്പോൾ മാങ്ങയുടെ സീസണാണ്, അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഈ ഒരു സമയത്താണ് ഈ ഒരു ചെനച്ച മാങ്ങ കിട്ടുക. നല്ല ടേസ്റ്റാണ്. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ ബൈ. രുചിക്കൂട്ട് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഓട്ടുപാറയിലെ ജനതയുടെ ഏറ്റവും വലിയ പാത്രക്കട, ജനത ഫ്രാൻസിസ് ടവർ, ഓട്ടുപാറ. ഫോൺ 9526267779.